إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമികമായി താൻ സ്വീകരിച്ച ഒരു നിലപാട് 100% സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാലും അതിൻ്റെ വക്താവായി രംഗത്ത് വരാൻ പല ആളുകൾക്കും പ്രയാസമുള്ളതായി നമ്മൾ കാണാറുണ്ട്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഞാനത് വിശ്വസിച്ചാൽ, ഞാനതിൻ്റെ ആളായാൽ അത് ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോകുമോ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, ഞങ്ങളുടെ മഹല്ലിൽ ഞാൻ വേറിട്ട് നിൽക്കുമോ, എന്നെ എല്ലാവരും അപരവൽക്കരിക്കുമോ, ഇങ്ങനെയുള്ള ചിന്തയാണ് പലപ്പോഴും ആളുകളെ വേട്ടയാടാറുള്ളത്. അതുപോലെ തന്നെ താൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ സത്യം അത് പുറത്തു പറഞ്ഞാൽ, അതിൻ്റെ ആളായി ഞാൻ മാറിയാൽ ആ സത്യത്തിന് സ്വീകാര്യത എങ്ങാനും ലഭിക്കാതെ പോകുമോ, അവസാനം ഞാൻ നിരാശപ്പെടേണ്ടി വരുമോ എന്നുള്ളതും അത്തരം ആളുകൾ ചിന്തിച്ചു പോകാറുണ്ട്. ഒരു സമുദായം എന്ന നിലക്ക് പറയുമ്പോഴും നമ്മളൊരു ന്യൂനപക്ഷമാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്ന നിലക്ക് ചിന്തിച്ച് ആ ഒരു ചിന്തയും സത്യത്തിൻ്റെ കൂടെ 100% നിൽക്കാൻ പലപ്പോഴും പല ആളുകളെയും വേട്ടയാടാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യവും അസത്യവും അത് വേർതിരിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരിക്കലും അത് കാലാകാലം അത് രണ്ടും ഒരുമിച്ച് നിൽക്കുകയില്ല. പകലും രാത്രിയും വേർപെടുന്നത് പോലെ സത്യവും അസത്യവും വേർതിരിയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സത്യത്തിന്റെ വക്താക്കൾ എത്ര കുറവായാലും അവർക്കായിരിക്കും അന്തിമ വിജയം ഉണ്ടാവുക എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് വിശുദ്ധ ഖുർആൻ ബദർ യുദ്ധത്തിന്റെ ചരിത്രം ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഓരോ വിശുദ്ധ റമദാനിലെയും ആ 17ാമത്തെ ദിനം ബദറുണ്ടായ ദിനമാണ്. ബദറിനെ നമ്മൾ സ്മരിക്കുന്ന, ഓർക്കുന്ന സന്ദർഭമാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, ആ 2 സംഘങ്ങൾ അവിടെ വെച്ച് ഏറ്റുമുട്ടിയതിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ആയത്തുണ്ട് എന്നാണ്, ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. അത് കേവലം അങ്ങ് പറഞ്ഞു പോവുകയല്ല ചെയ്തത്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ്. വഉഖറാ കാഫിറ, മറ്റൊന്ന് നിഷേധികളാണ്. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, അപ്പുറത്ത് ഇരട്ടിയിലധികം ആളുള്ളതുപോലെ അവർക്ക് തോന്നിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി, അല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ശക്തി കൊടുക്കുകയും ബലപ്പെടുത്തുകയും അവരെ വിജയിപ്പിക്കുകയും ചെയ്തു
ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ എന്നാണ്. നിശ്ചയമായും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ കൃത്യമായ ഗുണപാഠങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ ബദറിന്റെ വിജയത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ഒന്നത് ആയത്താണ്, രണ്ടാമത് പറഞ്ഞത് ഇബ്റത്താണ്, അതിൽ നിങ്ങൾക്ക് പാഠമുണ്ട് എന്നാണ്. സത്യാസത്യ വിവേചനത്തിന്റെ ദിവസമായി ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആനി വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ രണ്ട് സംഘവും ഒരുമിച്ച് കൂടിയ ഏറ്റുമുട്ടിയ ആ ദിനം യൗമുൽ ഫുർഖാനാണ്, അഥവാ സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബദറിൽ വിജയിച്ചത് തൗഹീദാണ്, ബദറിൽ പരാജയപ്പെട്ടത് ശിർക്കാണ്. അതുകൊണ്ട് തന്നെ ആ തൗഹീദിന്റെ വക്താക്കളായി അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളാണെങ്കിൽ പോലും അയാൾ ഒറ്റപ്പെടുകയില്ല. സാങ്കേതികമായി ഒറ്റപ്പെടുമെങ്കിലും അയാൾക്കായിരിക്കും അവസാനം അന്തിമ വിജയമുണ്ടാവുക എന്ന ഉത്തമ ബോധ്യം നമുക്ക് വേണം. അതല്ലാതെ ഞാനിത് വിശ്വസിച്ച് ഞാൻ ഇതിന്റെ ആളായാൽ എൻ്റെ കുടുംബം എന്താ ചെയ്യുക, എൻ്റെ വാപ്പ എന്താ പറയാ, അയൽവാസികൾ എന്താ പറയാ, എൻ്റെ മഹൽ എന്താ എന്നെ ചെയ്യുക എന്നൊന്നും ഈ തൗഹീദ് ഉൾക്കൊണ്ട ഒരു വ്യക്തി അങ്ങനെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ്. വകാന ഹഖ്കൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കുക എന്നത് അള്ളാഹു അവന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നുവെന്നാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിശ്ചയമായി നിങ്ങൾ വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും വേണ്ടതില്ല. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്ന്. എന്തിനാ ഇതിലധികം നമുക്ക് തെളിവ് വേണ്ടത്? കം മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅത്തൻ കസീറ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ് സ്വാബിരീൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അതിജയിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. അള്ളാഹു ക്ഷമാശീലരോടൊപ്പമായിരിക്കും എന്നാണ്. ഖിയാമത്ത് നാൾ വരെ ഈ സത്യത്തിന്റെ കക്ഷികൾ ഇവിടെ നിലകൊള്ളത് ഒരാളാണെങ്കിൽ പോലും അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലകൊള്ളും. മാത്രമല്ല, അവരാരാണോ വിമർശിക്കുന്നത്, എതിർക്കുന്നത്, അവർക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും ഹത്താ യഅതിയ അംറുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സത്യത്തിന്റെ ഒരു കക്ഷി ഇവിടെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക തന്നെയില്ല. ലാ യദുർറുഹും മൻ ഖദലഹും. അവരെ ഒരിക്കലും തന്നെ അവരെ വിഷമിപ്പിക്കാൻ, ദ്രോഹിക്കാൻ അവർക്ക് മറ്റൊരാൾക്കും കഴിയുകയുമില്ല. ഹത്താ യഅതിയ അംറുല്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ എന്നാണ്. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? നമ്മൾ ഹക്കിലാണെങ്കിൽ, സത്യത്തിലാണെങ്കിൽ അത് എണ്ണക്കുറവാണ്, നമ്മൾ കുറച്ചാളേ ഉള്ളൂ, ഞങ്ങൾ ദുർബലരാന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്കായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആത്യന്തിക വിജയമെന്ന്. അതാണ് ബദർ യുദ്ധത്തിൽ നമ്മൾ കണ്ടത്. ഇവിടെ ആരുള്ളത്? 300 ചില്ലാൻ ആൾക്കാർ മാത്രമാണ്. അപ്പുറത്ത് 1000-ൽ പരം ആളുകളാണ് ശത്രുപക്ഷത്തുള്ളത്. ഇവിടെ തേഞ്ഞ ആയുധങ്ങളാണുള്ളത്, അവിടെ മൂർച്ചയുള്ള ആയുധങ്ങളാണുള്ളത്. ഇവിടെ അനവധി കുതിരകളുണ്ട്, അവിടെ വിരലിലെണ്ണാവുന്ന കുതിരകൾ മാത്രമാണ്. ഇവിടെ ആനപ്പടയുണ്ട്, അവിടെ അങ്ങനെയുള്ള ആനപ്പടയില്ല. ഭൗതികമായി നോക്കുകയാണെങ്കിൽ വിജയത്തിന്റെ അടയാള സൂചകങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അപ്പുറത്താണുള്ളത്. പക്ഷേ അവിടെ ജയിച്ചത് വിശ്വാസികളാണ്. ആ എണ്ണക്കുറവുള്ളവരായിരുന്നു, ആയുധം കുറവുള്ളവരായിരുന്നു, ആയുധം മൂർച്ച കുറവുള്ളവരായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹക്കിലാണെങ്കിൽ, സത്യത്തിലാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായത്തിന് നമ്മൾ അർഹരാവുക എന്നതുകൂടി ബദറിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്താണ്? പേരുകൊണ്ട് മുസ്ലിമായാൽ പോരാ, അതിന്റെ പൊരുളറിയണം. അതോടൊപ്പം തന്നെ നമ്മൾ വിശ്വാസിയായി മാറിക്കഴിഞ്ഞാൽ, തൗഹീദൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു രാജവീതിയിലൂടെ അങ്ങ് സ്വർഗത്ത് പോകാന്ന് ആരും വിചാരിക്കേണ്ട. കുറച്ച് മുള്ള അവിടെ വരും, കുറച്ച് കല്ലുകൾ അവിടെ വരും, അവിടെ ഭീഷണികൾ വരും, അവിടെ പരിഹാസങ്ങൾ വരും, അവിടെ ഒറ്റപ്പെടുത്തലുകൾ വരും. അതെല്ലാം വരുമ്പോഴും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തിൽ ആരുറച്ചു നിൽക്കുന്നുവെന്ന പരീക്ഷണമുണ്ടാകും. ആ പരീക്ഷണത്തിൽ കൂടി നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയണം. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പൊ ബദറിന്റെ ദിനം തന്നെ ഒരു യുദ്ധമൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ
സഹിച്ചുകൂടെ? എന്തിനാ യുദ്ധം ഉണ്ടാക്കേണ്ട കാര്യം? അള്ളാഹ്ക്ക് അതിന് കഴിയില്ലേ? പിന്നെ എന്തിനാ യുദ്ധം ഉണ്ടായി? എന്തിനാ യുദ്ധം ഉണ്ടായി? ആരൊക്കെ ഉറച്ചു നിൽക്കും? ഒരു പരീക്ഷണത്തിന്റെ ഘട്ടം വരുമ്പോ, ഒരു പ്രതിസന്ധിയുടെ നില വരുമ്പോ ആരൊക്കെയാണ് പ്രവാചകന്റെ കൂടെയുണ്ടാവുക എന്നത് ഓരോരുത്തർക്കും അവരവരെ തന്നെ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ആ യുദ്ധമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മളും നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ ഈ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പ്രയാസം വാപ്പാന്റെ അടുത്തുനിന്ന് വരും, ഉമ്മാന്റെ അടുത്തുനിന്ന് വരും, മഹലിൽ നിന്ന് വരും, സമൂഹത്തിൽ നിന്ന് വരും. അപ്പൊ വേഗം മാളത്തിലേക്ക് ഉൾവലിയുന്ന ഒരു സ്വഭാവക്കാരാണ് എങ്കിൽ ബദറിന്റെ സന്ദേശത്തിൽ നിന്ന് നമുക്ക് പാഠം ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ അറിയോ? ഈ പരീക്ഷണം മുൻഗാമികൾക്കൊക്കെ ഉണ്ടായത് എന്തിനു വേണ്ടിയാ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖു വലയഅലമന്നൽ കാദിബീൻ. നിങ്ങളുടെ മുൻഗാമികളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഫലയഅലമന്ന, അറിയാൻ വേണ്ടി തന്നെ. അല്ലദീന സ്വദഖു, ആരാണ് സത്യവാൻമാര്? വലയഅലമന്നൽ കാദിബീൻ, ആരാണ് കളവ് പറയുന്നവർ? ഞാൻ വിശ്വസിച്ചു, ഞാൻ ഇതിന്റെ ആളാണ് എന്ന് സത്യവാൻമാരാണ് ആരാണ്, അതോ വെറുതെ വർത്താനം പറഞ്ഞു കണ്ട് കളവ് പറഞ്ഞവരാരാണ് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് എന്നാണ്. പരീക്ഷണത്തിന്റെ തീവ്രതക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം വർദ്ധിക്കും ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നോക്കിങ്ങൾ, ഇന്നഇളമൽ ജസാഇ മഅഇളമൽ ബലാ, ഏറ്റവും വലിയ പ്രതിഫലം ഏറ്റവും വലിയ പരീക്ഷണത്തോടൊപ്പമാണ്. വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു ഒരു ഖൗമിനെ, ഒരു ജനസമൂഹത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പരവതാനി വിരിച്ചു കൊടുക്കുന്നതല്ല പറഞ്ഞത്, അവരെ നന്നായി പരീക്ഷിക്കുന്നതാണ്. അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? എന്തിനെ പടച്ചോ എനിക്ക് ഈ ഇടങ്ങേറ് കൊണ്ടുവന്നു എന്നാണ് നമ്മൾ ആദ്യം പറയാം, അല്ലേ? ഒരു പനി വന്നാൽ മതി, ഒരു അസുഖം വന്നാൽ മതി, ഒരു സാമ്പത്തിക പ്രയാസം വന്നാൽ മതി, വേഗം അള്ളാനെ കുറ്റം പറയുക ചെയ്യും. അങ്ങനെയല്ല അള്ളാഹ് പറയുന്നത്. ഒരു കൗമിനെ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ അവരെ നാം ശക്തമായി തന്നെ എന്ത് ചെയ്യും? പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫമൻ റളിയ, അതിലാരാണോ തൃപ്തിപ്പെടുന്നത് ആ പരീക്ഷണത്തിൽ, ഫലഹുർരിളാ, അല്ലാഹു അവരെയും തൃപ്തിപ്പെടും. വമൻ സ്വഖിത, ആരാണതിൽ കോപാകുലനാകുന്നത്, ഫലഹുസ്സഖ്തു, അവനോട് അല്ലാഹുവും കോപിക്കുമെന്നാണ്. അപ്പൊ പരീക്ഷണത്തിൽ പതറാതെ നിൽക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാന്റെ സഹായം കിട്ടുള്ളൂ. അതാണ് സഹായം കിട്ടാൻ ഒന്നാമത്തെ കാര്യം. അത് ബദറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വാസികൾ സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഒക്കെ റെഡിയാണ്, എല്ലാം റെഡിയാണ്, ഇനിയാണ് ജയിച്ചോളും എന്ന് കരുതല്ല. ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് ബാക്കി അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, വിനയമുള്ളവരായി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ആരോട് നടത്തണം? അള്ളാഹുവിനോട് മാത്രം നടത്തണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധത്തിന്റെ രംഗം കണ്ട് സജ്ജീകരിച്ച് വന്നപ്പോ വേഗം റസൂലുള്ള കൈയ്യണ്ട് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅത്തനി, അല്ലാഹുമ്മ ആതി മാ വഅത്തനി, അല്ലാഹുവേ നീ എന്നോട് ചെയ്ത വാഗ്ദാനം എനിക്ക് നീ നിറവേറ്റി തരണേ പടച്ചോനെ, ഞങ്ങൾക്ക് ആ വാഗ്ദാനം നൽകണേ പടച്ചോനെ. അല്ലാഹുമ്മ ഇൻതഹ്ലിക് ഹാദിഹിൽ ഇസാബതു മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർള്, ഇതാ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണ് എങ്കിൽ നിനക്ക് മാത്രം ഇബാദത്തെടുക്കുവാൻ ഇവിടെ ഒരു ആളുകൾ ഉണ്ടാവുകയില്ല പടച്ചതമ്പുരാനെ, അതുകൊണ്ട് ഈ കൊച്ചു സംഘത്തെ നീ സഹായിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് ഈ കക്ഷത്തിലെ വെളുപ്പ് ഇങ്ങനെ കാണാമായിരുന്നു എന്ന്. പ്രാർത്ഥന നിർത്തുന്നില്ല പ്രവാചകൻ, കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകി വരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ തോളിൽ നിന്ന് വീണ ആ മുണ്ടെടുത്തുകൊണ്ട് തോളിൽ തന്നെ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ ഇനി നിങ്ങൾ നിർത്തിക്കോളൂ, താങ്കളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും സുഹൃത്തുക്കളെ. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു പരീക്ഷണവും പ്രയാസവും വന്നാൽ അള്ളാഹിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് നമുക്ക് ഏറ്റവും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ബദർ ഉണ്ടായത് തന്നെ എന്തിനു വേണ്ടിയാ? അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ ബദർ ഉണ്ടായത്? ആണ്. മുശ്രിക്കീങ്ങളോടല്ലേ യുദ്ധം ഉണ്ടായത്? മുശ്രിക്കീങ്ങളെ വിശ്വാസം ചെയ്യുന്നു. പല ആളുകളും ധാരണ എന്താ അറിയും? അവർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത് രണ്ട് അള്ളണ്ട് എന്ന് വിശ്വസിച്ച ആൾക്കാരോടാണ്. ഇവിടെ ഒരള്ളേ ഉള്ളൂ എന്ന് വിശ്വസിച്ചവരായിരുന്നു പ്രവാചകൻ. അങ്ങനെയൊന്നുമല്ല. ആ അവിശ്വാസികളുടെ, ആ മുശ്രിക്കീങ്ങളുടെ, ബഹുദേവാരാധകരുടെ വിശ്വാസം ഖുർആൻ പറയുന്നുണ്ട്. അവരോട് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവരെന്താ പറയാറോ? യഖൂലുന്നല്ലാഹ്, അള്ളാഹ് പറയാ. ശരിക്കും മനസ്സിലാക്കണേ, ഈ ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹ് എന്നാണ് അബൂജഹലിന്റെ വിശ്വാസം, ഉത്തുബത്തിന്റെ വിശ്വാസം, ശൈബത്തിന്റെ വിശ്വാസം, അഥവാ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരുടെ വിശ്വാസം. പിന്നെ എന്തിനാ യുദ്ധം നടന്നത്?
പിന്നെ എന്തിനെ പ്രവാചകനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിച്ചത്? പിന്നെ എന്തിനെ മദീനയിലും ജീവിക്കാൻ സ്വൈരം നൽകാതിരുന്നത്? എന്തേ കാരണം? ആ കാരണം നമ്മൾ പഠിക്കണം. എന്താ പ്രശ്നം എന്നറിയോ? അവര് കുടുങ്ങിയാൽ അള്ളാനെ വിളിക്കും, രക്ഷപ്പെട്ടാൽ അള്ളാഹ് അല്ലാത്തോലും വിളിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോ എല്ലാ ഘട്ടത്തിലും അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. ഇതാ വ്യത്യാസം. ഇതാ ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഇതാ റകിബൂ ഫിൽ ഫുൽക്, അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ അള്ളാഹുവിന് ആത്മാർത്ഥമായി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എന്നാൽ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടു വന്നാലോ ഇദാഹും യുശ്രികൂൻ, അവർ അല്ലാഹു അല്ലാത്ത ലാത്തയോടും മനാത്തയോടും ഉസ്സയോടും ഒക്കെ അവര് പ്രാർത്ഥിക്കുന്ന അവസ്ഥയും അവർക്കുണ്ടാകും. ഈ വ്യത്യാസമാണ് അവിടെ യുദ്ധം തന്നെ ഉണ്ടാകാനുള്ള കാരണം. ബദറിലും തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു എന്ന് ഞാൻ പറഞ്ഞു, ഒരു ഭാഗത്തോ അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരോടാ പ്രാർത്ഥിക്കണത്? ശരിക്കും ശ്രദ്ധിക്കണത്. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോൻ എന്ന് സത്യം അസത്യം പിന്നെ പോരാടുന്ന ദിവസമാണ്, അതുകൊണ്ട് സത്യത്തിന്റെ കക്ഷികളെ വിജയിപ്പിക്കണേന്ന് അള്ളാനെ വിളിച്ചിട്ടാണ് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്തിനാ ഈ അള്ളാനെ വിളിച്ച അബൂജഹലും അള്ളാനെ വിളിച്ച റസൂലുള്ളാഹിയും സഹാബത്തും തമ്മിൽ എന്തിനാ യുദ്ധം നടക്കേണ്ട കാര്യം? അവിടെയുള്ള വ്യത്യാസം എന്താ അറിയോ? അവർ പ്രയാസപ്പെടുമ്പോൾ മാത്രം അള്ളാനെ വിളിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് അല്ലാത്തവരെ വിളിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഏത് ഘട്ടത്തിലും ആരോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ ചില ആളുകളുടെ മനസ്സിലൊരു ന്യായം ഉണ്ടാവും. അതിന് മൗലവി നിങ്ങളിങ്ങനെ ഒച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ബദരീങ്ങളെ കാക്കണേ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്നൊക്കെയായി ഇവിടെ ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയൊന്നുമല്ല. അത് ഞങ്ങൾ സാധുക്കളാണ്, പാവങ്ങളാണ്, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഇടയാളന്മാരായിട്ടാണ് അവരെ കാണുന്നത് എന്നാണ് പല ആൾക്കാരും മനസ്സിലുള്ളൊരു ന്യായം, അല്ലേ? ആ ന്യായം മുഅ്മിനിന്റെ ന്യായമാണോ അതോ മുശ്രിക്കിന്റെ ന്യായമാണോ? ഞാൻ ഖുർആനിൽ വായിച്ചു തരാം. സൂറത്ത് അങ്കബൂത്തിൽ 65, സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്. എന്താ ആയത്ത്? വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിനെ അല്ലാതെ വിളിക്കുന്ന ആളുകൾ അവർ പറയാണ് മാ നഅ്ബുദുഹും, ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരോട് പറയുന്നത്. അല്ലാതെ അവരല്ലേന്ന് കരുതിയിട്ടൊന്നല്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. ഇത് മുശ്രിക്കുകൾ പറഞ്ഞ ന്യായമാണ്. നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, മുഅ്മിനീങ്ങൾ എങ്ങനെ ഈ ന്യായം പറയാം? പിന്നെന്താ പറയാ? നമ്മളെ മനസ്സിലൊരു ന്യായം എന്താ വരെ അറിയോ? ഇവരൊക്കെ നമ്മൾ അള്ളാന്റെ അടുത്ത് അവർ ശുപാർശ പറയുന്നത് കരുതിയിട്ടാണ്, അല്ലാതെ അവർ അള്ളയെന്നൊന്നും വിചാരിച്ചിട്ടല്ല, ഇലാഹാന്നും കരുതിയിട്ടല്ല. അവർ ശുപാർശ പറയും ഞങ്ങൾക്ക് വേണ്ടി എന്നാണ്, അല്ലേ? ആ ന്യായം ആരെ ന്യായ? ഖുർആൻ പറയും, നോക്കി നിങ്ങൾ, നിങ്ങൾ എന്താ ഈ ലാത്തയോട് ഉസ്സയോടൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ പറയും അവരൊക്കെ അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയണവരാണ്, അതുകൊണ്ടാണ് എന്ന് ഖുർആൻ പറയാം. അതാര ന്യായ? മുശ്രിക്കിന്റെ ന്യായമാണ്. ഇതിനെ മുശ്രിക്കിന്റെ ന്യായം എങ്ങനെ മുഅ്മിനീങ്ങൾക്ക് പറയാൻ പറ്റുക? ഇതും പറയുമ്പോൾ വേറെ ആളുകൾ പറയും ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, പ്രാർത്ഥിക്കണമൊന്നുമില്ല, ഞങ്ങൾ സഹായം തേടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഒരു നിർണായക ഘട്ടം വന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായ തേട്ട അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അതിനെവിടെ തെളിവ്? അധികം തെളിവൊന്നും വേണ്ട, ബദർ യുദ്ധം തന്നെ തെളിവ്. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ആരോടാന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? എന്നിട്ട് ഖുർആൻ പറയണതിന് മറുപടി, ഇത് തസ്തഗീസൂന റബ്ബക്കും, ആയത്തിന്റെ അടിവരയിടണം. ഇത് തസ്തഗീസൂന റബ്ബക്കും, തന്റെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. ഞങ്ങൾ ഇസ്തിഗാസ നടത്തിയുള്ളൂ എന്നാ പറയാ ആൾക്കാർ. ഇവിടെ എന്താ ഖുർആൻ പറയുന്നത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ എന്നാ. ഇബ്രാഹിം നബിയോടൊന്നല്ല, ഇസ്മായിൽ നബിയോടൊന്നല്ല, മൂസാ നബിയോടൊന്നല്ല, അതിനു മുമ്പ് മരണപ്പെട്ടവരോടൊന്നല്ല, റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, അങ്ങനെ നാം ഉത്തരം നൽകിയവർക്ക് അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, ആയിരക്കണക്കിന് വരുന്ന മലക്കുകളെ ഇറക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഞാൻ അതിന് ഉത്തരം കൊടുത്തു. അങ്ങനെയാണ് ബദർ യുദ്ധം ജയിച്ചത്. അപ്പൊ അവിടെ ഇസ്തിഗാസ എന്ന് പേരിട്ടാലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായതേട്ടങ്ങൾ മുഴുവനും പ്രാർത്ഥനയാണ്. അത് അള്ളാഹിനോട് മാത്രമേ പാടൂ. എന്നാൽ ഞാനിപ്പോൾ ഇവിടുന്ന് വീഴാൻ പോയാൽ എന്നെ ഒന്ന് പിടിക്കണേ നിങ്ങളോട് പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ല, അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളതാണ്, അത് ആരോടും ആവാം. എന്നാൽ അതിൻ്റെ അപ്പുറത്തുള്ള സഹായതേട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പോട്ടെ, ഈ ന്യായങ്ങളൊക്കെ പെടുത്തുപോയി. ഇപ്പൊ മുശ്രിക്കീങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറത്താണ് നമ്മളെ സമുദായത്തിലെ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഞങ്ങൾ കൊടുത്ത കഴിവെന്നാണ് വാങ്ങുന്നത്. ഞങ്ങൾ കൊടുത്ത അള്ള കൊടുത്ത കഴിവുകൊണ്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്, അതിന് കുഴപ്പമില്ലല്ലോ എന്നാണ്.
ആ വാദം എവിടെ എത്തി നിൽക്കണ അറിയോ? CM മടവൂർ എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ ആ വ്യക്തിയാണ് ഈ ലോകത്തിന്റെ സ്രഷ്ടാവ്, പടച്ചോനാണ്. CM മടവൂർ ഞങ്ങളെ പടച്ചോനാണ് എന്ന് പാട്ടുപാടി പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാട്ടുണ്ടാക്കിയ ആൾക്കാർ പറഞ്ഞ മറുപടി എന്താ അറിയോ? കൊടുത്ത കഴിവുകൊണ്ട് ചോദിക്കാന്നല്ലേ നമ്മളെ വിശ്വാസം. അപ്പൊ പടച്ചോൻ ഈ CM മടവൂരിന് കുറച്ചു കാലം പടച്ചോനാകാനുള്ളൊരു കഴിവ് എന്തോ കൊടുത്തൂടെയെന്ന് ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരാർക്കും പറയാൻ പറ്റിയിട്ടില്ല. ഇനി നാളെ പറ്റുന്ന ഒരു കല്ലിന്റെ മുമ്പിലും പോയിട്ട് ഒരാൾ ഇങ്ങനെ തുപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരിക്കും. എടോ, ഈ കല്ലിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ന്യായം എന്താ? അള്ളാഹ്ക്ക് ബന്ധ ഈ കല്ലിന് കഴിവ് കൊടുത്തൂടെ? അല്ലേ? കല്ലുള്ള ജാറങ്ങളെ നമ്മളെ നാട്ടിൽ കണ്ടിട്ടില്ലേ? ഈ ന്യായം പറഞ്ഞാൽ പിന്നെ എവിടെ തൗഹീദും ശിർക്കും വേർതിരിയങ്ങളൊന്നും ആലോചിച്ച് നോക്കി. എവിടുക്കാ നമ്മൾ പോണത്? നമ്മൾ ശരിക്കും നമ്മളെ പറ്റി ആലോചിക്കണം. അപ്പൊ പറയുന്ന പ്രവാചകന്മാർക്ക് മോയിസത്തില്ലേ, കറാമത്തിൽ മഹാന്മാർക്ക് കറാമത്തില്ലേ? അതൊന്നും അള്ളാഹു അവർക്ക് വിട്ടുകൊടുത്ത കഴിവല്ല. അത് അവരിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന കാര്യം മാത്രമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി കൊണ്ട് ഒരു പ്രാവശ്യം അടിച്ചപ്പോ പിന്നെ വടി താഴെ ഇട്ടപ്പോൾ പാമ്പായി. അതേ വടി തന്നെ വെള്ളത്തിൽ അടിച്ചപ്പോൾ വെള്ളം പുളർന്നു. അതേ വടി കൊണ്ട് തന്നെ പാറം അടിച്ചപ്പോൾ പാറ പൊട്ടിയിലൂടെ വെള്ളം വന്നു. ഈ 3 ഘട്ടത്തിലും മൂസാ നബിക്ക് അറിയില്ല അതിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അള്ള പറഞ്ഞു അടിച്ചപ്പോ സംഭവിച്ചപ്പോഴാണ് മൂസാ നബി മനസ്സിലാക്കുന്നത്. ആ കഴിവ് അള്ളയാണ് എന്ത് ചെയ്യുന്നത്, ആ സന്ദർഭത്തിൽ ചെയ്യണത്, അല്ല മൂസാ നബിക്ക് വിട്ടുകൊടുത്ത കഴിവല്ല. ആ മുഅ്ജിസത്ത് ഒരിക്കലും തന്നെ വിട്ടുകൊടുത്ത കഴിവല്ല. അത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു പ്രകടമാക്കുകയാണ്. കറാമത്തുണ്ട്, പക്ഷെ ആ കറാമത്ത് വിട്ടുകൊടുത്ത കഴിവല്ല, അത് മഹാന്മാരിലൂടെ അള്ളാഹു പ്രകടമാക്കുന്ന കഴിവാണ്. അത് വെച്ചുകൊണ്ട് അവരോട് ചോദിക്കാനോ സഹായം തേടാനോ ഒരു കാരണവശാലും പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ ബദറിന്റെ ദിനത്തിൽ പോലും, ഏത് ബദറിന്റെ ദിനത്തിൽ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദിനത്തിൽ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നടന്ന യുദ്ധത്തിന്റെ പേരിൽ, ആ ബദറിന്റെ ദിനത്തിൽ തന്നെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാ അഹ്ല ബദർ ശുഹദാ എന്ന് വിളിക്കുന്ന മൗലിദുകൾ എത്ര നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങാടിയിൽ നിന്ന്. അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ നേർച്ച നേരുന്നു, എന്നിട്ട് ഭക്ഷണം വെക്കുന്നു. ഇനി അങ്ങാടികളിലൂടെയൊക്കെ പോകുമ്പോൾ കാണാം, വലിയ ചെമ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ച് നമുക്ക് കാണാൻ പറ്റും. ആളുകളൊക്കെ വലിയ ബക്കറ്റ് എടുത്ത് പോകുന്നത് കാണാൻ പറ്റും. അവർക്കാർക്കും വീട്ടിൽ ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, ഇതിനെന്തോ ഒരു പുണ്യമുണ്ട് എന്നതാണ്. എന്നാൽ നമ്മൾ ഓർത്തു വെക്കുക, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാനാണ് നേർച്ച ചെയ്തതെങ്കിൽ അവനത് പൂർത്തീകരിക്കട്ടെ. എന്നാൽ അള്ളാഹനെ ധിക്കരിക്കാനാണ് ഒരാൾ നേർച്ച ചെയ്തതെങ്കിൽ അവൻ അതിൽ നിന്ന് പോവുകയും ചെയ്യട്ടെ എന്നാണ്. അത് പൂർത്തിയാക്കേണ്ട കാര്യമില്ല. നമ്മൾ അള്ളാഹനെ അനുസരിക്കാനാണെങ്കിൽ അള്ളാഹിന്റെ പേരിലേ നേർച്ച പാടുള്ളൂ. നേർച്ചക്കാരുടെ എതിരല്ല, അള്ളാഹിന്റെ പേരിലേ നേർച്ച വഴിപാട് പാടുള്ളൂ. അള്ളാഹിന്റെ പേരിലേ അറുക്കാൻ പാടുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എന്താ? ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുത്തത് ശപിക്കപ്പെട്ടതാകുന്നു എന്നാണ്. പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹിന്റെ പേരിലല്ലാതെ അറുത്തത് തിന്നുക? അപ്പൊ ഒരിക്കലും തന്നെ പടച്ചോന്റെ പേരിലല്ലാതെ നേർച്ചയും അറവും ഒന്നും പാടില്ല. അതുകൊണ്ട് ഈ ഒരു റമളാനിന്റെ 17ന്റെ ദിവസം സുഹൃത്തുക്കളെ, നമ്മളെ നാട്ടിൽ ബദരീങ്ങളുടെ പേരും പറഞ്ഞ് നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മെ ശിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ നോമ്പും സക്കാത്തും നമ്മുടെ ദാനധർമ്മങ്ങളും മുഴുവനും പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി ശൈആ وأن المساجد لله فلا تدعوا مع الله أحدا إياك نعبد وإياك نستعين. ഇങ്ങനെ നോക്കി അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥന എവിടെയില്ല. അള്ളാഹിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്, അല്ലേ? അല്ലാഹുമ്മ റബ്ബന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളാണ് മിക്കവാറും നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റുക, അല്ലേ? ഒരിക്കൽ സഹിഹായ ഹദീസുകളിൽ കാണാം. നിങ്ങൾ ഒരു ചെറിയൊരു വെല്ലുവിളി ഏറ്റെടുത്തോളൂ. ഖുർആനിലും ഹദീസിലും അള്ളാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥന എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങളൊരു ഗവേഷണ വിഷയമായിട്ടെടുക്കും. ഉണ്ടെങ്കിൽ അതിലുണ്ടാവില്ല സുഹൃത്തുക്കളെ. എന്തിനാ നമ്മൾ സംശയത്തിന്റെ പിന്നാലെ പോകേണ്ട കാര്യം? നമുക്ക് ഉറപ്പുള്ളതിന്റെ പിന്നാലെ പോയാൽ പോരെ. നമുക്ക് ഉറപ്പുണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും. അതിനു വേണ്ടിയാണ് ബദർ ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ആ ബദറിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബദരീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ആളുകളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ഒരു വികാരം, അപ്പോൾ ബദരീങ്ങളെ സ്നേഹിക്കണ്ടേ എന്നാണ്. നിങ്ങൾ ഈ പറഞ്ഞു വന്ന് കേട്ട് കഴിഞ്ഞാൽ ബദരീങ്ങളെയൊന്നും സ്നേഹിക്കണ്ടെന്നാണോ പറഞ്ഞതിനർത്ഥം എന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുള്ളത്. ഇവിടെ ഒരിക്കലും ബദരീങ്ങളെ സ്നേഹിക്കരുത് എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ബദരീങ്ങളെ സ്നേഹിക്കണം. ബദരീങ്ങളെ സ്നേഹിക്കാത്തവൻ മുസ്ലിമല്ല. അങ്ങനെ തന്നെ ഓർത്തു പഠിച്ചു വെക്കുക. ബദരീങ്ങളെ ഇഷ്ടപ്പെടാത്തവൻ, സ്നേഹിക്കാത്തവൻ, ആദരിക്കാത്തവൻ മുസ്ലിമല്ല. കാരണം എന്താണെന്നറിയോ? ആദ്യത്തെ ബദരി ആരാ? ബദറിൽ പങ്കെടുത്ത ആദ്യത്തെ നേതാവ് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ പ്രവാചകനും പിന്നെ അനുയായികളും അല്ലേ? ആ പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് എങ്ങനെ മുസ്ലിം ആകാൻ പറ്റുക? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ സ്വഹാബത്താണ്, ഖുലഫാഉർ റാഷിദീങ്ങളാണ്. ഇവരൊക്കെ ഇഷ്ടപ്പെടണ്ടേ? സ്നേഹിക്കണ്ടേ? അപ്പോ ബദരീങ്ങളെ, അവിടെ ഷഹീദായ ആളുകളെയൊക്കെ സ്നേഹിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയിൽപ്പെട്ട കാര്യം. പക്ഷെ ആ സ്നേഹം എങ്ങനെയായിരിക്കണം? എന്താണോ അവർ ചെയ്തത് അത് നമ്മൾ ചെയ്യുക, എന്താണോ അവർ കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്യുക, എന്താണോ അവർ വിരോധിച്ചത് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. വാപ്പാനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ പറയും എനിക്ക് വാപ്പാനോട് ഭയങ്കര ഇഷ്ടമാണ്. വാപ്പ അവസാനം മരിക്കാൻ സമയത്ത് ഒരു വസിയത്ത് പറഞ്ഞു. എന്താ വസിയത്ത്? നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ, അതൊരു 5 കൊല്ലത്തിനെങ്കിലും നിങ്ങൾ പൊളിക്കാൻ പാടില്ല. അതിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ എത്ര വികാസവും എത്ര പുരോഗതിയും വന്നാലും അത് പൊളിക്കരുത് കേട്ടോ മക്കളെ എന്ന് പറഞ്ഞ് നമ്മളോട് വസിയത്ത് ചെയ്ത് മരണപ്പെട്ടു പോയി. പക്ഷെ വാപ്പ മരിച്ച 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മകൻ, എനിക്ക് വാപ്പാനോട് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞൊരു JCB ഉണ്ടെന്ന് കാണാൻ പൊളിച്ചാലോ? വാപ്പാനോടുള്ള ഇഷ്ടം അങ്ങനെ കാണിക്കുക. ഇവിടെ ബദരീങ്ങൾ പറഞ്ഞതെന്താ? ബദരീങ്ങൾ ചെയ്തതെന്താ? ബദരീങ്ങൾ വാദിച്ചതെന്തിനു വേണ്ടിയാ? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. അതിനുവേണ്ടിയാണ് യുദ്ധം ഉണ്ടായത്, അതിനുവേണ്ടിയാണ് ബദർ ഉണ്ടായത് അല്ലേ? എന്നിട്ട് നമ്മൾ ബദരീങ്ങളെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് ബദരീങ്ങൾ ചെയ്യാത്തത് ചെയ്യാം. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാം. ആ ബദരീങ്ങൾ ഒരിക്കലും ലാത്തയോടും ഉസ്സയോടും കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് അവർ തെറ്റിപ്പോന്നത്. അത് പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മൾ മൊയ്യുദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ലാന്ന് എങ്ങനെ വരിക? അത് ബദരീങ്ങളെ സ്നേഹിക്കലല്ല, അത് ബദരീങ്ങൾ പറഞ്ഞതിനെ എതിര് ചെയ്യലാണ്. അങ്ങനെ എതിര് ചെയ്തുകൊണ്ടല്ല ബദരീങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും അവരെ അനുസരിച്ചുകൊണ്ടാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ അവരാരാണ്? അവർ പ്രവാചകന്മാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്. ഇവരുടെ മാർഗത്തിലായിരിക്കും അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അവരാണ് ഏറ്റവും ഉത്തമമായ കൂട്ടുകാർ. അപ്പൊ നമ്മൾ നബിന്റെ ആളാണ്, നമ്മൾ ബദരീങ്ങളെ ആളാണ്, നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആളാണ്, നമ്മൾ ശുഹദാക്കളുടെ ആളാണ്, നമ്മൾ സിദ്ദീഖീങ്ങളുടെ ആളുകളാണ്, നമ്മൾ സ്വാലിഹീങ്ങളുടെ ആളുകളാണ്. അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. ആ സ്നേഹം എങ്ങനെയായിരിക്കണം? അവരാരോട് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥിച്ച അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. അവരാരോട് ആ നിലക്കുള്ള സഹായം തേടിയോ അവരോട് മാത്രം സഹായം തേടുക. അവരാരുടെ പേരിൽ നേർച്ചയാക്കിയോ അവരുടെ പേരിൽ മാത്രം നേർച്ചയാക്കുക. മറ്റുള്ളതൊന്നും സുഹൃത്തുക്കളെ അവരുടെ മാർഗമല്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ബദരീങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അന്നത്തെ ദിവസം ബദരീങ്ങളുടെ പേരിൽ അർത്ഥതെന്നും പറഞ്ഞ് വെച്ചതെന്നും പറഞ്ഞ ഭക്ഷണം നമ്മളെ മക്കൾ കഴിക്കാൻ പാടില്ല. ചില വീട്ടിൽ നിന്നൊക്കെ ഉണ്ട് അന്ന് സ്പെഷ്യലായിട്ടൊരു വിരുന്നുപോക്ക് ചില സ്ത്രീകൾ തട്ടിക്കൂട്ടും. ഭർത്താവിനത് താല്പര്യം ഉണ്ടാവില്ല, എന്നാൽ അവൾക്ക് കാലങ്ങളായിട്ട് ഇത് ഉപയോഗിക്കും വേണ്ടി. അപ്പം ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയും. അതിന് അനുവാദം കൊടുക്കും ചെയ്യും ചില ഭർത്താക്കന്മാർ. ഓർമ്മിച്ച് വെച്ചോ, നമ്മുടെ മക്കൾ കഴിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, റസൂലിന് ഇഷ്ടമില്ലാത്തതാണ്. നമുക്ക് ദാനം ചെയ്യാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, എത്ര ഹലാലായ വഴികളുണ്ട്. ആ രീതിയാണ് സ്വീകരിക്കേണ്ടത്. നാട്ടിൽ നടക്കുന്നതെല്ലാം ദീനാണെന്ന് വിചാരിക്കരുത്. പ്രമാണത്തിലുള്ളതനുസരിച്ച് കൊണ്ട് ജീവിച്ചാലേ സുഹൃത്തുക്കളെ രക്ഷ കിട്ടുള്ളൂ. അല്ലെങ്കിൽ റമദാനിലെ നോമ്പടക്കം സ്വീകരിക്കൂല. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. അള്ളാഹ് റസൂലിനോടാ പറയുന്നത്, നമ്മളാ കാര്യത്തിൽ പറയാലല്ലോ. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. അതായിരിക്കണം ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. ഒരിക്കലും തന്നെ മറ്റുള്ള മഹാന്മാരോടോ മഹത്തുക്കളോടോ പ്രാർത്ഥിക്കരുത്. അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്.
പക്ഷേ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.